നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ടൊരു കാര്യം പറയാം. എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയത്തില്ല. ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ആധികാരികത ഉണ്ട് എന്ന് കണ്ടാൽ മാത്രം ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്തു തരേണ്ട രണ്ട് സഹായം, ഇത് മാക്സിമം ഷെയർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കമൻസ് അറിയിക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ ഈ ഒരു വിഷയം എടുക്കാൻ കാരണം, എനിക്ക് ഷെഫീന ചേച്ചിയെയും അതുൽ വ്ലോഗ്സിനെയും എനിക്ക് അറിയത്തില്ല. അവരെനിക്ക് പേഴ്സണലായിട്ട് അറിയൂല. എനിക്ക് ആകെ അറിയാന്നുള്ളത് അവരുടെ വീഡിയോസ് കാണാറുണ്ട്. ആ വീഡിയോസ് കണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മനസ്സിൽ വയ്ക്കാറുണ്ട്. ഞാൻ കമൻസ് ഒന്നും ചെയ്യാറില്ല. പൊതുവെ എനിക്ക് അങ്ങനെ ഞാനത് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഷെഫീന ചേച്ചിയുടെ ഭാഗം പറയാനോ അതുലിനെ എതിർക്കാനോ അതുലിൻ്റെ ഭാഗം പറയാനോ ഷെഫീന ചേച്ചിയെ എതിർക്കാനോ അല്ല വന്നത്. ഇതിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആ വോയിസ് കൊടുത്ത പെൺകുട്ടിയെ കുറിച്ചാണ്. ആ കുട്ടി കൊടുത്ത വോയിസിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പം അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു സമയത്ത് വീഡിയോ ഇടുന്നത്. സാധാരണ ഞാൻ ഈ ഒരു സമയത്തല്ല വീഡിയോ ഇടുന്നത്, അത് നിങ്ങൾക്കറിയാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ആ പെൺകുട്ടി ആദ്യമായി ആ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞത് വലിയ മണ്ടത്തരമായി പോയി എന്ന് പറയുന്നു. എൻ്റെ കമന്റ് ബോക്സിൽ വന്നതാണ്. പെരുമല അല്ല, ഞാനും ഇന്നലെ പെരുമല എന്നാണ് പറഞ്ഞത്. പരുമല സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ പത്തനംതിട്ട എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊരു മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ പെൺകുട്ടി ആ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു. പേര് പറയുന്നത് തെറ്റല്ലേ മോളെ? മോക്കറിയത്തില്ലേ പേര് പറയുന്നത് തെറ്റാണെന്ന്? 2, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആരും കൊടുക്കാറില്ല. ഞാനിപ്പോൾ ചെന്ന് എനിക്ക് ഇന്ന വ്യക്തിയുടെ മെഡിക്കൽ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോടി എന്നേ പറയൂ. അതുപോലെ തെറ്റാണ് മോളെ ഒരു വ്യക്തിയുടെ അസുഖം റിവീൽ ചെയ്യുക എന്ന് പറയുന്നത്. അതും ഇത്രയും ഹൈ റിസ്ക് ഉള്ള അസുഖം. അത് മോക്കറിയില്ലേ? മോളെ ചേച്ചി നെഡ്സല്ലേ? ഇനി മോൾ എന്തിനാ ഈ ന്യൂസ് വന്ന് അതുലി ചേട്ടൻ്റെ അടുത്തൊക്കെ പറഞ്ഞത്? ഇത് പുറത്തു വിടാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാതെ മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ടാണോ? അതുലിൻ്റെ ആരാണ്, കസിനാണോ? ചേട്ടാ എനിക്കിങ്ങനെ ഒരു ന്യൂസ് അറിയാം എന്ന് പറയാനാണോ? അല്ല, ഇതൊന്നും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പം നിന്റെ ഡീറ്റെയിൽസ് ചോദിക്കില്ലേ സ്വാഭാവികമായിട്ടും? എനിക്ക് മനസ്സിലാവാത്തത്, ഷെഫീന ചേച്ചിയുടെ ഭാഗമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ഷെഫീന ചേച്ചി എല്ലാവരും കൂടെ എടുത്തിട്ട് അവർക്ക് വട്ടല്ലേ, അവർക്കറിയില്ലേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരില്ല, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് റിയാക്ഷൻ വീഡിയോക്കാർ ചെയ്യുമ്പോൾ 2 കാര്യങ്ങളും കൂടെ നിങ്ങൾ ഓർക്കുക. ഈ അസുഖം റിവീൽ ചെയ്തതും മണ്ടത്തരമാണ്, അത് ചെയ്യാൻ പാടില്ല. ഇനി രേണുസുതി അങ്ങനെ ആ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ രേണുസുതി ആ ഹോസ്പിറ്റലിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റും. രേണുസുതി പറയാണ്, ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നു, എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് പോയി, എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് റിവീൽ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പെൺകുട്ടി, ഒരു നഴ്സ് അവരുടെ അനിയത്തിയുടെ അടുത്ത് പറഞ്ഞു, അത് ഇന്ന വ്ലോഗേഴ്സിൻ്റെ അടുത്ത് എത്തിയിരുന്നെന്ന് പറഞ്ഞ് ഈ ഒരു ശബ്ദ സന്ദേശം അയച്ചാൽ അത് ഹോസ്പിറ്റലിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അതെന്താ നിങ്ങൾ ആരും പറയാത്തെ? ഈ ഒരുപാട് റിയാക്ഷൻ വീഡിയോക്കാർ ആ പെൺകുട്ടിയെ പൊത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഒരു ഇതിലായിട്ട് നിന്ന് സംസാരിക്കൂ. ആ പെൺകുട്ടി കാണിച്ചത് തെറ്റായിട്ട് തോന്നിയില്ലേ? അപ്പൊ ഇങ്ങനൊരു ന്യൂസ് കൊണ്ടെത്തിച്ചത് വളരെ നല്ലതാണെന്നാണോ പറയുന്നത്? ഇനി ഞാൻ പറയാണ്, ആ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഞാൻ അവിടെ വന്നിട്ടുണ്ട്, എനിക്കും ആ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള അസുഖങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് എന്ത് വിശ്വസ്തത എന്ന് ചോദിച്ചാൽ ആ ഹോസ്പിറ്റലുകാർക്കും ആ നഴ്സിനെതിരെ പരാതി കൊടുക്കാം. ഇനി ചേച്ചിയുടെ മോൾ അവിടെ നഴ്സല്ലേ? അല്ലെ, മോളുടെ ചേച്ചി അവിടെ നഴ്സല്ലേ? അല്ലേ? അപ്പോൾ ഇങ്ങനൊരു വിഷയം ആ ഹോസ്പിറ്റൽ അധികൃതരുടെ അടുത്ത് എത്തത്തില്ലേ? ഇനി അധികൃതർക്ക് രേണുസുതി അറിയത്തില്ല, ഒന്നും അറിയത്തില്ലെങ്കിലും ആ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞ് ഒരു വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അധികൃതരുടെ മുമ്പിലേക്ക് എത്തും. അവരെന്ത് ചെയ്യും? എല്ലാ നഴ്സുമാരെയും വിളിപ്പിക്കും, ഇല്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ? എന്നിട്ട് പറയും, നിങ്ങൾ ആരാണ് ഈ ന്യൂസ് പുറത്തു വിട്ടതെന്ന് ചോദിക്കും. അപ്പൊ ആരുമല്ലെന്ന് പറയുമ്പോൾ പറയും, പണിഷ്മെന്റ് എല്ലാവരും കൂടി ഏറ്റുവാങ്ങാൻ. ഈ നഴ്സുമാരുടെയിലും പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോളുടെ ചേച്ചിയുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന നഴ്സുമാരെന്ത് പറയും? ഇവളായിരിക്കും. അപ്പൊ മോളുടെ ചേച്ചിയെ അറിയത്തില്ലേ? ജോലിക്ക് പ്രശ്നം വരത്തില്ലേ? മോക്കത് അറിയത്തില്ലായിരുന്നോ? ഇനി മോൾ എന്തുകൊണ്ടാണ് അത് അതുലിനും ഷെഫീന എന്ന് പറയുന്ന ചേച്ചിക്കും മാത്രം കൊടുത്തത്? ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, ബിച്ചു സ്ട്രോക്ക്. അപ്പോൾ ആ ബിച്ചുവിൻ്റെ ഇൻസ്റ്റയിൽ പോയി ഈ പെൺകുട്ടി കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു, അതെന്താ മോൾ ആദ്യമേ ചെയ്യാത്തേ?
മോള് നോക്കിയപ്പോൾ അതുലി ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു, അതുലി ചേട്ടൻ അത് വീഡിയോ ചെയ്യുന്നില്ല. ഷെഫീന ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു, ഷെഫീന ചേച്ചിയും വീഡിയോ ചെയ്യുന്നില്ല. എന്നാ പിന്നെ മോളെന്താ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ അങ്ങ് സമീപിക്കാത്തെ? ഇപ്പൊ എന്തിനാ പോയി സമീപിച്ചത്? പിന്നെ വേറൊരു കാര്യം, ഇത് മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ടാണോ കൊടുത്തത്? അല്ലല്ലോ. ഇനി അതുലിലേക്ക് വരാം. ഈ വീഡിയോ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ അതുലിൻ്റെ അടുത്തൊരു പെൺകുട്ടി വന്ന് പറഞ്ഞത്? അതിൽ 2-3 ദിവസത്തിന് മുന്നേ പറഞ്ഞു, രേണു എനിക്കറിയാം നിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് അറിയാമെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടു. അപ്പൊ നിങ്ങളുടെ മനസ്സിലെ രേണുസുതിക്ക് ഇത്രയും മാരകമായ ഒരു അസുഖം അറിഞ്ഞിട്ട് നിങ്ങളത് മറച്ചു വെച്ചിട്ട് എന്തിന് രേണുസുതിക്കെതിരെ നിങ്ങൾ വീഡിയോ ഇട്ടു? നിങ്ങൾ ഇത് അറിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഈ കുട്ടിയുടെ അടുത്തുനിന്ന് മാത്രമല്ല ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ ഈ വിഷയം അറിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ രേണുവിനെതിരെ വീഡിയോ ഇട്ടത്? നിങ്ങളത് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാ രേണുവിന്റെ നിലപാടുകൾക്കെതിരെ വീഡിയോ ഇട്ടത്? ആ 2 ആഴ്ച നിങ്ങൾ രേണുവിന്റെ സബ്ജക്റ്റിനെ തൊടാത്തത് എന്താ? അപ്പം ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്നിട്ട് നിങ്ങളത് എത്തിക്കണമായിരുന്നു. നിങ്ങൾ എന്താ ഷെഫീന ചേച്ചി എത്തിക്കട്ടെ എന്ന് വിചാരിച്ചോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഈ വീഡിയോ ഷെഫീന ചേച്ചിയുടെ അടുത്തും പോയിട്ടുണ്ടെന്ന്? അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഷെഫീന എന്ന് പറയണ ചേച്ചി ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ സാധാരണ രേണുവിനെതിരെ പൊതുജനങ്ങൾ വോയിസ് കൊടുക്കും പോലെ എടുത്ത് കൊടുക്കും. അപ്പം പൊതുജനങ്ങളുടെ വികാരം മനസ്സിലാവും. ആ ചേച്ചിക്ക് എതിരാണോ എങ്ങനെയാണോ അതനുസരിച്ച് പറയാമെന്നാണോ കരുതിയത്? അത് സംശയമുള്ളത് കൊണ്ടും നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷക എന്നുള്ള നിലയിലുമാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഷെഫീന ചേച്ചിയുടെ അടുത്തേക്ക് വരാം. ഷെഫീന ചേച്ചിയുടെ അടുത്ത് ഒരു പെൺകുട്ടി വിളിച്ച് പറയാണ്, ചേച്ചി എൻ്റെ ചേച്ചി ഇന്ന ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്, രേണുസുതിക്ക് ഇങ്ങനത്തെ മാരക അസുഖമുണ്ട്, ഞാൻ എൻ്റെ വോയിസും തരാം എന്ന് പറയുമ്പോൾ ഉടനെ എടുത്ത് അവരങ്ങ് ഇടൂ. അവരെ പേരിൽ രേണുസുതി കേസ് കൊടുക്കൂലേ? അവരെ ഡീറ്റെയിൽസ് ചോദിക്കില്ലേ? അത്രയ്ക്ക് അവർക്ക് ബുദ്ധിയില്ലേ? ഒന്നാമത് രേണുസുതിക്ക് ആ ഷെഫീന എന്ന് പറയുന്ന ചേച്ചിയെ കണ്ടൂടാ. രേണുസുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും റിവീൽ ചെയ്തുകൊണ്ട് വരുന്നത് ആ വ്യക്തിയാണ്. ഇനി ആ ചേച്ചി ആ കുട്ടി പറഞ്ഞ വോയിസിന്റെ ബലത്തിൽ മാത്രം നിന്നുകൊണ്ട് മെഡിക്കലിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാതെ ഇതിന്റെ വേറെ ഒരു തരത്തിലുള്ള ആധികാരികതയും ചോദിക്കാതെ വീഡിയോ ഇട്ട ആ ചേച്ചിക്കെതിരെ രേണു വന്ന് പറയില്ലേ, എന്നെ തകർക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഞാൻ നിൽക്കാതിരിക്കാൻ വേണ്ടി ആ ഷെഫീന ബീവി എന്തെല്ലാം കാര്യങ്ങളാണ് കാണിക്കുന്നത്, എനിക്ക് ക്യാൻസർ എന്ന് വരെ പറഞ്ഞ് പടർത്തുന്നുണ്ടെന്ന് പറയില്ലേ? അത് കോമൺ സെൻസ് ഉള്ള ആ ചേച്ചിക്ക് അറിയാം. അതുകൊണ്ടാണ് ചേച്ചി ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. ആരായാലും ചോദിക്കും. എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് ഒരാള് ഇന്ന വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കും ഇതിന് എന്താ ആധികാരികതയാണെന്ന്. കാരണം എൻ്റെ പേരിൽ കേസ് കൊടുക്കാം, എൻ്റെ പേരിലും ഈ പെൺകുട്ടിയുടെ പേരിലും ഒക്കെ കേസ് കൊടുക്കാം. ഇനി ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് തെറ്റൊന്നുമല്ല. കാരണം എന്ത് തെളിവെന്ന് ചോദിക്കാം. തെളിവായിട്ട് ആകെ കിട്ടുന്നത് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇനി ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കാൻ പറ്റൂലെങ്കിൽ ഈ ന്യൂസ് പുറത്തു വിടുന്നതും അതുപോലെ തന്നെ തെറ്റാണ്. ഈ ചേച്ചി ന്യൂസ് പുറത്തു വിട്ടതിന് ശേഷം പിന്നെ എന്തിനാ അതിൽ പറഞ്ഞത്? എൻ്റെ പേര് പരാമർശിച്ചത് കൊണ്ട് മിണ്ടാതിരിക്കാത്ത എന്താ? നിങ്ങൾക്ക് രേണുസുതിയുടെ അസുഖം റിവീൽ ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾ എന്തിനാ ആ വഴിയെ പോയത്? ഇനി ആ പെൺകുട്ടിയോട് മോൾ എന്തിനാ മറ്റ് യൂട്യൂബേഴ്സിന്റെ ഇൻസ്റ്റയിൽ പോയി ചോദിക്കുന്നത്? നിങ്ങൾ ധൈര്യത്തോടു കൂടിയല്ലേ കൊടുത്തത്? ആ സ്ത്രീ നിങ്ങളോട് ചോദിക്കും. കാരണം അവര് രേണുവിന്റെ പക്ഷത്തുള്ള ആളാണ് നിങ്ങളെന്ന് എങ്ങനെ അറിയും? ഇനി രേണു ഈ ചേച്ചിയെ കൊടുക്കാൻ വേണ്ടി നിങ്ങളെ പറഞ്ഞ് വിട്ടതാണെന്ന് ആ ചേച്ചി ചിന്തിക്കൂലേ? അവർ ഒരുപാട് കാര്യങ്ങൾ 100-ൽ 110 കാര്യങ്ങളും ചിന്തിച്ചിട്ടായിരിക്കും അവർ ഈ ഒരു പ്രശ്നം ഇടുന്നത്. അവരെന്തുകൊണ്ടാ വിവി എന്ന് പറയുന്ന യൂട്യൂബറിനെ ദേവിനെ അറിയിച്ചത്? അവർക്കറിയാം ഇത് ചിലപ്പോൾ അവർക്ക് വരണ പണിയാണെന്ന്. അപ്പൊ അവര് പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ട് വിവിയുടെ അടുത്തും ദേവ് എന്ന് പറയുന്ന യൂട്യൂബറിന്റെ അടുത്തും ഇതിനെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. അവർ തീർച്ചയായിട്ടും അവർക്ക് കൂട്ടുള്ള യൂട്യൂബേഴ്സിന്റെ അടുത്ത് അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യും. കാരണം അവരുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നത് അവരുടെ ശത്രുക്കളാണ്. ഇത് അതുലിനെ പൂട്ടാനും ഷെഫീന ചേച്ചിയെ പൂട്ടാനുമാണ് ചെയ്തതെങ്കിൽ ഇതിൽ വീണ് പോയത് അതുലാണ്, ഷെഫീന ചേച്ചി അല്ല. അവരാ തെളിവ് ആ വാട്സാപ്പ് ചാറ്റ് എടുത്ത് വച്ചിരുന്നു. ഇനി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാമെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ഈ പെൺകുട്ടിക്കും അറിയാം. അപ്പം ഇവരുടെ പേര് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. മെഡിക്കൽ ഡീറ്റെയിൽസ് തരുമെന്ന് ചോദിക്കുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ റിപ്ലൈ കൊടുക്കാത്തെന്താ? ചേച്ചി എനിക്ക് വോയിസേ തരാൻ പറ്റുള്ളൂ, ചേച്ചിക്ക് അറിയാലോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാൻ സാധിക്കില്ല എന്നെന്തുകൊണ്ട് ആ കുട്ടി വോയിസ് കൊടുത്തില്ല? 24 മണിക്കൂർ എടുത്തോ ആ ഒരു സെന്റൻസ് പറയാൻ? അപ്പൊ 24 മണിക്കൂർ എടുക്കുമ്പോൾ തന്നെ അതിനകത്തൊരു കള്ളത്തരം ഉണ്ടെന്ന് ഫീൽ ആവത്തില്ലേ?
അപ്പൊ സ്വാഭാവികമായിട്ടും ആ ചേച്ചിയുമായിട്ട് ബന്ധമുള്ള യൂട്യൂബേഴ്സ് പറഞ്ഞു കൊടുക്കും, ചേച്ചി ഇന്നത് ചോദിക്ക്, ഇത്ര സമയത്തിനകം തരാൻ പറ എന്ന് അവര് പറയില്ലേ. ഇനി വിവി ചോദിക്കില്ല, ദേവ് ചോദിക്കില്ല, ഇവരുമായിട്ട് ബന്ധമുള്ള മറ്റുള്ളവരുടെ അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ അവര് ചോദിക്കില്ലേ? 24 മണിക്കൂർ തന്നെ ആ പെൺകുട്ടി മിണ്ടാതിരുന്നപ്പോഴേ അതിൽ കള്ളത്തരം ഉണ്ടെന്ന് സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കും. അപ്പൊ അവര് കുറച്ചും കൂടി അവര് സ്ട്രിക്റ്റ് ആയിട്ട് ചോദിക്കൂലേ ആ കള്ളത്തരം പുറത്തു വരാൻ വേണ്ടിയിട്ട്? ഇപ്പൊ എന്തിനാ കിടന്ന് ഓടി മറ്റേ യൂട്യൂബേഴ്സിന്റെ ഇൻസ്റ്റയിലൊക്കെ പോയി പറയുന്നത് ഞാൻ കഷ്ടകാലത്തിന് കൊടുത്തു എന്ന്? നിങ്ങളുടെ പേരിൽ ഇപ്പോഴും രേണുസുതിക്ക് കേസ് കൊടുക്കാം, അതറിയാമോ? ഒരു പെൺകുട്ടിയെ വച്ച് ആ ചേച്ചി ചെയ്യുവാണെന്നും പറഞ്ഞ് കേസ് കൊടുക്കാം. ഷെഫീന ചേച്ചിയുടെ പേരിൽ കേസ് കൊടുക്കാം, അതുലിന്റെ പേരിൽ കേസ് കൊടുക്കാം. കാരണം ഇതൊക്കെ രേണുസുതിയുടെ ശത്രുക്കളാണ്, രേണുസുതിക്കെതിരെ ഒരുപാട് വീഡിയോസ് ചെയ്തവരാണ്. അപ്പൊ രേണുസുതി വീണ് കിടക്കുമ്പോൾ രേണുസുതിയെ എടുത്ത് നമ്മൾ ചേർത്ത് വയ്ക്കണം എന്ന് പറയുന്നവര് ഈ സെന്റൻസും കൂടി ഒന്ന് ഓർക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ചിരി വന്നു. ഒറ്റയടിക്ക് അവരെ അങ്ങ് കുറ്റപ്പെടുത്തുവാണ്. എനിക്ക് അവരെ പേഴ്സണലായിട്ട് അറിയില്ല. എല്ലാവരും ചോദിക്കും, ഞാനാണ് രേണുസുധീര ഇതെന്ന് വിചാരിക്കുക. ഞാൻ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ നടക്കുവാണ്. എനിക്കെതിരെ വീഡിയോ ചെയ്യുന്ന നിങ്ങൾ ആരെങ്കിലും കയ്യിൽ ഇങ്ങനത്തെ ഒരു ന്യൂസ് കിട്ടുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പബ്ലിഷ് ചെയ്യൂ. നിങ്ങൾക്കറിയില്ലേ ഞാൻ കേസ് കൊടുക്കാനായിട്ട് കാത്തിരിക്കുന്നതാണെന്ന്? നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കില്ലേ? നിങ്ങൾ ആ ഡീറ്റെയിൽസ് ചോദിക്കാതെ ആ വോയിസിന്റെ വിശ്വാസത്തിൽ മാത്രം ചെയ്താൽ നിങ്ങൾ ലോക പൊട്ടരുന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ആ ചേച്ചിയുടെ 2ാമത്തെ വീഡിയോ ആരും കണ്ടില്ലേ? അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ടല്ലോ കാര്യങ്ങള്. ആ പെൺകുട്ടി ആ ചാറ്റില് ഈ ചേച്ചി പറഞ്ഞ സെന്റൻസ് ഒക്കെ മാറ്റി വെച്ചിട്ടാണല്ലോ കാണിക്കുന്നത്. ഇന്നത് പറഞ്ഞു 15 മിനിറ്റിനകം തരണമെന്ന് പറഞ്ഞു. 15 മിനിറ്റിനകം തരണമെന്ന് പറഞ്ഞത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അതെന്താ കാണിക്കാത്തെ? അപ്പം ഇതിൽ ഭയങ്കര കള്ളത്തരമുണ്ട്. ഇനി രേണുസുതിയെ ഒന്ന് പോസിറ്റീവായിട്ട് നിലനിർത്താനും രേണുസുതിയെ നെഗറ്റീവ് പറഞ്ഞ് ഇനി ഒരൊറ്റ മനുഷ്യര് പറയാനില്ലാത്ത രീതിയിൽ രേണുസുതിയാണ് ഇവരെ പിന്നിൽ നിന്ന് കളിച്ചതെങ്കിൽ ഇതിനെ ബാധിക്കുന്നത് രേണുസുതിയെ തന്നെയാണ്. ഇനി രേണുസുതിയുടെ കൂടെ ഉള്ളവരാണ് ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ വിട്ട് ഈ ഒരു രീതിയിൽ കളിക്കുന്നുണ്ടെങ്കിലും ബാധിക്കുന്നത് രേണുസുതിയാണ്. ഇനി രേണുസുതി ലൈവിൽ വന്നിരിക്കുമ്പോൾ പ്രശ്നങ്ങളില്ല, ഒരു കുഴപ്പവും ഇല്ല, അത്രയും ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ രേണുസുതിക്ക് എവിടെയാ പ്രശ്നം? ക്യാൻസറിന്റെ 2nd സ്റ്റേജ് ആണ്. എന്തായാലും കീമോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം കഴിഞ്ഞു. ബ്രസ്റ്റ് ക്യാൻസർ ആണ്, നല്ല പെയിനാ. ബ്രസ്റ്റിന്റെ അടുത്ത് കൈകൊണ്ട് പോകാൻ പറ്റത്തില്ല. യൂട്രസിൽ വരുന്ന ക്യാൻസറും ബ്രസ്റ്റിൽ വരുന്ന ക്യാൻസറും നല്ല പെയിനാ. ബ്രസ്റ്റ് എക്സ്പോസ് ചെയ്താണല്ലോ ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. പോട്ടെ, ആ വേദന കുറഞ്ഞിരിക്കുന്ന സമയത്താണ് സബ്സ്ക്രൈബേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ കാണിക്കുന്നതെന്ന് വെക്കാം. എങ്ങനെയാ ഇത്രയും ശരീരമനങ്ങി ഡാൻസ് ചെയ്യാൻ പറ്റുന്നത്? അവരുടെ ഇൻസ്റ്റയിലൊക്കെ അവർ പോസ്റ്റ് ചെയ്യുന്ന ഡാൻസ് കണ്ടിട്ടില്ലേ? കാരണം രേണുസുതി തന്നെ പറഞ്ഞിട്ടുണ്ട്, രേണുസുതിക്ക് 40 കിലോയേ ഉള്ളൂ, അണ്ടർ വെയിറ്റ് ആണെന്ന്. ഈ ക്യാൻസറിന്റെ മരുന്നെടുക്കുമ്പോൾ അത്യാവശ്യം നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി വേണം. കാരണം ക്യാൻസറിന്റെ മരുന്നെടുക്കുമ്പോൾ ക്യാൻസറിന്റെ പേഷ്യൻസിനെ പ്രതിരോധ ശേഷി പെട്ടെന്ന് കുറയും. നമ്മളത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി രേണുസുതിയെ ഏത് ഡോക്ടറാണ് പൊതുപരിപാടിക്ക് പോവാനായിട്ട് സമ്മതിക്കുന്നത്? രേണുസുതി കഴിഞ്ഞ ദിവസം വളകാപ്പിന് പോയ ഒരു വീഡിയോ നമ്മൾ കണ്ടില്ലേ? രേണുസുതിയുടെ അസുഖം പകരത്തില്ല, പക്ഷേ അവിടെ പനിയോ ചുമയോ ജലദോഷമോ പകർച്ചവ്യാധിയോ ഉള്ള ആരെങ്കിലും രേണുസുതിയുടെ അടുത്തോട്ട് പോയാൽ രേണുസുതിക്ക് പെട്ടെന്ന് അസുഖം പകരും. നിങ്ങൾ ക്യാൻസർ ഉള്ള പേഷ്യന്റിനെ കണ്ടിട്ടില്ലേ അവർ മാസ്ക് ഇട്ട് നടക്കുന്നത്? അത് അവർക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവുള്ളത് കൊണ്ടാ. ഞാൻ അങ്ങനെ കണ്ടില്ലല്ലോ ചേച്ചിയെ. പൊതുവേ ഡോക്ടർമാര് അങ്ങനെ ഒരു ആദ്യത്തെ ഘട്ടത്തിൽ, അതായത് ട്രീറ്റ്മെന്റ് തുടങ്ങിയ ഘട്ടത്തിൽ പൊതുപരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറയും. ഇന്നസെന്റ് സിനിമാ നടൻ, അദ്ദേഹം കുറെ നാൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്നു. മമത മോഹൻദാസ് വിട്ടുനിന്നു. കണ്ടില്ലേ? അതെന്താണ്? അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങള്. അത് മാത്രമല്ല, ഇതുപോലെ രോഗപ്രതിരോധ ശേഷി ആദ്യ സമയത്ത് ഭയങ്കര കുറവായിരിക്കും. കീമോ എടുത്തെടുത്താണ് അതെന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത് റേഡിയേഷനിൽ കൂടി. അങ്ങനത്തെ ഒരു കാര്യങ്ങളും കാണാൻ സാധിച്ചില്ലല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം വന്നത് ബ്രസ്റ്റിന്റെ അടുത്ത് കൈ കൊണ്ട് പോകാൻ പറ്റത്തില്ല. അവർ ബ്രസ്റ്റ് എക്സ്പോസ് ചെയ്യുന്നില്ലേ? അവർ ഡാൻസ് ചെയ്യുന്നില്ലേ? അവർക്ക് എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് സന്തോഷമാണുള്ളത് ആ രേണുസുതിക്ക് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ 100% ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രേണുസുതി ഇതുപോലെയൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്, അത് തന്നെ തെളിവാണ്. ഒരിക്കലും എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്യാൻ പറ്റത്തില്ല. കീമോയൊക്കെ ചെയ്താൽ 2-3 ദിവസത്തേക്ക് എണീക്കാൻ പറ്റത്തില്ല. കീമോ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വേദനയായിരിക്കും. ഇനി
അവരുടെ ചാനലിൽ തന്നെ ഒരു നെറ്റ്സ് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു വോയിസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം മാമോഗ്രാഫിയാണ് ചെയ്യുന്നത്, അതൊക്കെ കഴിഞ്ഞിട്ടാണെന്ന്. ഒരിക്കലും ഈ പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ഇന്ന് കൊടുത്ത് നാളെ റിസൾട്ട് വരത്തില്ല. എൻഡോസ്കോപ്പി കൂടെയാണ് അറിയുന്നത്. എൻഡോസ്കോപ്പി അറിയാലോ, വായിരകത്തോട്ട് ക്യാമറ ഇടുന്നതാണ്. എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന്. രേണുസുതി അന്ന് ചുണ്ട് പൊട്ടിയതല്ല തൊണ്ട പൊട്ടിയതെന്ന് പറഞ്ഞെങ്കിൽ പിന്നും വിശ്വസിക്കാം. കാരണം ഫുഡ് കഴിക്കത്തില്ല, അമ്മാതിരി വേദനയാണ് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ. എനിക്കത് അറിയാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ വയറിന് ഫുഡിൻ്റെ ഒരു ഇൻഫെക്ഷൻ വന്നപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്കറിയാം ആ വേദന. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് എനിക്കറിയാതെ എത്രത്തോളം ആണെന്ന്. അപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ രേണു ചേച്ചിക്ക്. അപ്പം ഈ വക കാര്യങ്ങളും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കണം ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ. ഇത് ഞാൻ ആ ചേച്ചിയെ വെളുപ്പിക്കാനായിട്ട് വരുന്നതോ അതുലിനെ കുറ്റപ്പെടുത്താനോ അല്ല. അതുലെന്തോ അതിലങ്ങ് വീണുപോയി. ആ ചേച്ചി വീണുപോയില്ല. കാരണം അവർക്ക് ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. അവരെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നവരെ ആരാണെന്ന് അവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ടായിരിക്കാം അവർക്ക് അനുഭവമുണ്ട്. ഇനി മിക്ക സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്, എവിടെന്നെങ്കിലും ആ ചേച്ചി വല്ല വീഡിയോയും പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോൾ പലരും പറയും, ഈ ന്യൂസ് ഞങ്ങൾക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഈ ന്യൂസ് ഞാനിത് അതുലിനെ മാത്രമല്ല പറയുന്നത്, ഞാൻ ഇതുപോലെ പറയുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ആദ്യമേ അറിയാമായിരുന്നു, പിന്നെന്തിനാ നിങ്ങൾ പറയാത്തേ? അപ്പം ആ ന്യൂസൊക്കെ പുറത്തു വിടുന്നത് മോശമാണെങ്കിൽ പിന്നെ എന്തിനാ എടുത്തു വെച്ച് അങ്ങ് റിയാക്ട് ചെയ്യുന്നേ? നിങ്ങൾ എന്തോ കൊടുക്കുന്ന ഔദാര്യമാണോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഞങ്ങൾ ഇതൊന്നും എടുക്കുന്നില്ല എന്ന് കരുതിയതാണോ? ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. ഈ ഒരു സർട്ടിഫിക്കറ്റ് ചോദിച്ചതിൻ്റെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഷെഫീനത്ത അവരുടെ ചാനലിൽ കൂടി രേണുസുതി ഗൾഫിൽ പോയപ്പോൾ കാണിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ, വൃത്തികെട്ട കാര്യങ്ങൾ. അത് എയുടെ വോയിസാണ് ആദ്യം പുറത്തുവിട്ടത്. ഏതൊരു ലേഡിക്ക് ആ വോയിസ് പുറത്തുവിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എയുടെ വോയിസ് പുറത്തുവിട്ടു. അപ്പം അതുലിൻ്റെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ അതുല് തന്നെ പറഞ്ഞു, അതുലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പലരും ചോദിച്ചു, നമ്മുടെ ഷെഫീന ചേച്ചിയുടെ ചാനലിൽ വന്ന വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അതുല് കറക്റ്റായിട്ട് പറഞ്ഞു, അത് AI വോയിസാണ്, അത് സ്വന്തം വോയിസ് അല്ല, ഞാൻ എടുക്കില്ല. കാരണം എനിക്ക് വേണമെങ്കിലും ചെയ്യാം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാം, എന്ത് രേണുസുതിക്കെതിരെ ഒന്നിങ്ങനെ സംസാരിക്കണേന്ന് പറയാം. അതുകൊണ്ട് എനിക്കത് എത്രത്തോളം വിശ്വാസമാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം ഇത്തരം വിശ്വാസക്കുറവൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ ചോദിക്കുന്നത്. അവർ അതുലിനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക. ആ വ്യക്തി, ആ പെൺകുട്ടി ഷെഫീന ചേച്ചിയെ മാത്രമാണ് കോണ്ടാക്ട് ചെയ്തത്. അപ്പം ആ ചേച്ചി ആ വോയിസിൻ്റെ ബലത്തിൽ എടുത്തു വെച്ച് ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റോ ഇതിൻ്റെ ഡീറ്റെയിൽസോ ഒന്നും ചോദിക്കാതെ എടുത്തു വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും ഇത് വൈറലാവുമല്ലോ, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എടുക്കുമല്ലോ. അപ്പം അതുലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഷെഫീന ചേച്ചിയുടെ ചാനലിൽ ഇങ്ങനെ രേണുസുതിക്ക് ക്യാൻസർ ആണെന്നും പറഞ്ഞൊരു വോയിസ് വന്നല്ലോ, അതിനെക്കുറിച്ച് പറയാത്തതെന്ന് ചോദിച്ചാൽ അതുല് ഈ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമോ? അതിലെന്ത് പറയും? അതൊരു വോയിസ് അല്ലേ, അതിലെന്ത് വ്യക്തത, തെളിവില്ലാതെ പറയില്ലെന്നല്ലേ പറയുള്ളൂ. ഇതായിരിക്കും എല്ലാവരും പറയുന്നത്. ഞാൻ അതുലിനെ കുറ്റപ്പെടുത്തുന്നതല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാനും AI വന്നപ്പോൾ എടുത്തു വെച്ച് ചെയ്തില്ല. അവരുടെ ഇതിൽ എൻ്റെ വോയിസ് പുറത്ത് വിട്ടോളൂ എന്ന് പറഞ്ഞ് യഥാർത്ഥ വ്യക്തിയുടെ വോയിസ് പുറത്ത് വിട്ട വീഡിയോ വെച്ചിട്ടാണ് ഞാനും റിയാക്ട് ചെയ്തത്. കാരണം AI വോയിസ് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് നമുക്ക് തോന്നത്തില്ല. അത് ആ ചേച്ചിയുടെ കൂടെയുള്ള വിശ്വാസക്കുറവോ വിടുന്നവരുടെ വിശ്വാസക്കുറവോ അല്ല, AI വോയിസ് ആണല്ലോ. സ്വന്തം ശബ്ദം പുറത്തു വിടാൻ പറ്റാത്ത ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണ്ടെന്ന് കരുതിയാണ് ഞാൻ റിയാക്ട് ചെയ്യാത്തത് അന്ന്. അതുപോലെ വരും. ഇനി ഈ പെൺകുട്ടി ഷെഫീന ചേച്ചിയോട് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഷെഫീന ചേച്ചി, എനിക്ക് ആദ്യം രേണുസുതിയോട് വെറുപ്പായിരുന്നു, പക്ഷേ ഈ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ, എനിക്ക് അവരോടൊരു സിമ്പതി ആയിരിക്കും അല്ലേ. അത് ഫസ്റ്റ് അവരുടെ വോയിസിൻ്റെ അവസാനം വരുന്നുണ്ട് ഈ സെൻറ്റൻസ്. ഞാൻ അതൊന്നും എടുത്തു വയ്ക്കാത്തത്, അതൊക്കെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ചാറ്റിൽ പറയുന്നത്, എനിക്ക് രേണുസുതിയോട് ദേഷ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ചേച്ചിയെ അറിയിച്ചത്. അപ്പം മോളെ, അതങ്ങോട്ട് എനിക്കങ്ങ് ലോജിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ദേഷ്യമുള്ള ഒരാൾ ആ ആൾക്ക് മാരകമായ അസുഖമാണെന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ അവരോടൊരു സിമ്പതി ഉണ്ടെങ്കിൽ നമ്മളത് ആർക്കും കൊടുക്കത്തില്ല. നമ്മൾ വിചാരിക്കും അവരായിട്ട് അത് വന്ന് പറയട്ടെ, നമ്മളായിട്ട് അതിനി പറയണ്ട എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ സിമ്പതി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും ശത്രുതയുണ്ടെങ്കിൽ രേണുസുതിക്ക് ഇങ്ങനെയുണ്ട്, അവളത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, പറയാമെന്നും പറഞ്ഞ് പറയും.
അപ്പം എനിക്ക് ആദ്യം പറഞ്ഞത് ആ ഒരു വാർത്ത കേട്ടപ്പോൾ എന്തോ പോലെ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് രേണുസുതിയോട് ദേഷ്യമുള്ളത് കൊണ്ടാണ് ആ വോയിസ് കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് തമ്മിൽ പൊരുത്തം മനസ്സിലാവുന്നതേയില്ല എന്താണെന്ന്. ഇനി ആ ഷെഫീന ചേച്ചി എന്തോ ഈ പെൺകുട്ടിയുടെ പേരിൽ കേസിന് പോകുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പോണം, കാരണം ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയണം. ഇത്രയും വലിയൊരു അസുഖം ഉണ്ടായിട്ടും രേണുസുതി മിണ്ടുന്നില്ല. രേണുസുതി മിണ്ടണ്ട, രേണുസുതി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലും കൊണ്ടുവന്നിരുന്ന് സംസാരിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം ഈ അസുഖം പോസിറ്റീവ് ആണെന്ന് ഇരിക്കട്ടെ, ഇവരുടെ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് ഒരുപാട് പേര് പോകും. ഇവരെ ആരും പ്രോഗ്രാമിന് വിളിക്കില്ല. അത് ഇവരെ മാറ്റി നിർത്തുന്നതോ ഈ അസുഖം ഉള്ളത് കൊണ്ട് മാറ്റി നിർത്തുന്നതോ അല്ല. ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ ഹെൽത്ത് കണ്ടീഷൻ, ഇവരുടെ രോഗപ്രതിരോധ ശേഷി മുൻനിർത്തി വിളിക്കില്ല. പിന്നെ ഇത്തിരി അസുഖമുള്ള ഒരാളുടെ വീഡിയോ പോയി നമുക്ക് അങ്ങനത്തെ അത്രയും സിമ്പതിയിൽ ആ തുണി അഴിക്കുന്നത് കാണണ്ടെന്ന് പറഞ്ഞും ഒരുപാട് പേര് മാറും. ഇനി രേണുസുതിക്ക് ഈ അസുഖം ഇല്ലെങ്കിലും ഹേറ്റേഴ്സ് ആയിരിക്കും. കാരണം സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ വേണ്ടി ഇത്രത്തോളം പറഞ്ഞു നിൽക്കുമോ എന്നുള്ളതും വരും. രണ്ടായാലും ഇത് ബാധിക്കുന്നത് രേണുസുതിയാണ്. പിന്നെ എനിക്ക് ഈ ഒരു വാർത്ത ഫേക്കാണെന്ന് പറയാൻ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് പറ്റുമെങ്കിൽ സൈഡിൽ കൊടുത്തേക്കാം. രേണുസുതി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഐ ആം എ ഫൈറ്റർ എന്നും പറഞ്ഞിട്ട്. ആ പോസ്റ്റ് ഇട്ടു, ഈ വാർത്ത വന്നു, ആ സെന്റൻസ് ഡിലീറ്റായി. പിന്നെ രേണുസുതിയുടെ ഫോട്ടോയും താഴെ ഒരു ലവ് ചിഹ്നം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് രേണുസുതി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു? അയ്യോ, ഞാൻ ഇനി ഇതാരെ അറിയിക്കുന്നില്ലെന്ന് കരുതിയാണോ? രേണുസുതിക്ക് എന്തെല്ലാം പറഞ്ഞു നിൽക്കാം. ചേച്ചി ഇത് ക്യാൻസറിൻ്റെ കൂടെയുള്ള ഫൈറ്റ് ആണോ, ചേച്ചിയുടെ അസുഖമാണോ എന്ന് ചോദിച്ചാൽ രേണുസുതിക്ക് പറയാം, അല്ല, ഞാനിത് എൻ്റെ നെഗറ്റീവ് കമൻസ് ഇടുന്നവരോടുള്ള ഫൈറ്റർ ആണെന്നാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എനിക്കെതിരെ വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോക്കാർക്ക് ഉള്ള ഫൈറ്റർ ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ രേണുസുതിക്ക് പറഞ്ഞൂടെ? ഇത് തന്നെ പറയണോ? അപ്പം രേണുവിനറിയാം, അക്കളി ഇക്കളി സൂക്ഷിച്ചോ, ഇത് നല്ല തീക്കളിയാണെന്നറിയാം. ജനങ്ങളെല്ലാവരും പണ്ടത്തെ പോലെ അല്ല എന്നറിയാം. രേണുവിൻ്റെ വായിന്ന് ഒരു വേട് വന്നാൽ അത് വലിയ മണ്ടത്തരമാണ്. അതിന് വലിയ വില കൊടുക്കണം എന്നുണ്ടെങ്കിൽ രേണു മിണ്ടത്തില്ല. അതാണ് ഹനാന്റെ കേസ്. എന്തെങ്കിലും അബദ്ധവശാൽ പറഞ്ഞാൽ പണിപാളും. 2, കടത്ത്, രാജ്യദ്രോഹം, എന്തെങ്കിലും പറഞ്ഞാൽ പണിപാളും. ഇതും രേണുസുതി പറയത്തില്ല. കാരണം രേണു ഇത്രയും വലിയൊരു അസുഖം വെച്ച് സോഷ്യൽ മീഡിയയിൽ കളിക്കുമെന്ന് ഞാൻ ഇതുവരെ ചിന്തിക്കുന്നില്ല. ഇനി രേണുസുതി കൊണ്ടുവന്ന് അവരുടെ മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടുവന്ന് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേണുസുതിയോട് ആ ഒരു സ്നേഹവും കാര്യവും കാണും. പക്ഷേ ഇനിയും തുണി അഴിക്കുന്ന പരിപാടി ഉണ്ട്. രേണുസുതി വളരെ വൾഗറായിട്ടുള്ള വീഡിയോ ഇട്ടാൽ അത് റിയാക്ട് ചെയ്യേണ്ടതാണെങ്കിൽ അതിനെടുത്ത് റിയാക്ട് ചെയ്യും. അതിൻ്റെ കാരണം രേണുസുതിക്ക് ഇങ്ങനെ പൈസ ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. രേണുസുതിക്ക് വ്ളോഗ് ഇട്ടാൽ തന്നെ മില്യൺ വ്യൂസ് ആയിരിക്കും. ഇനി ഒരു വെറുതെ രേണുസുതി ഫാമിലി വ്ളോഗ് ഇട്ടാൽ മതി, മില്യൺ വ്യൂസ് ആയിരിക്കും. ഈ അസുഖം ഉള്ളത് കൊണ്ട് തന്നെ കയറിപ്പോവും. അങ്ങനെയൊക്കെ പണം സമ്പാദിക്കാം. ഈ ഒരു രീതിയിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതി ഞാൻ ഇരിക്കില്ല. ചിലപ്പം ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പൂരത്തെറിയായിരിക്കും പറയുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് യാതൊരു വിധ വിഷമവും ഇല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് അതുലിനെ മോശക്കാരനാക്കാനോ ആ ഷെഫീനത്തെ നല്ലതാക്കാനോ അല്ലെങ്കിൽ ഷെഫീനത്ത എന്തിനാ മണ്ടത്തരം കാണിച്ചതെന്ന് പറയാനോ അതുലിനെ കാണിക്കാനോ അല്ല. ഇങ്ങനെയുള്ള വോയിസുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിബിലിറ്റി നോക്കിയിട്ട് മാത്രം പുറത്തു വിടുക. അതിനകത്ത് നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം പുറത്തു വിടുക എന്നുള്ളതാണ്. പിന്നെ ആ വോയിസ് കൊണ്ടുവന്ന വ്യക്തി പറഞ്ഞ ഇത്രയും പൊരുത്തക്കേടുകളാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. തീർച്ചയായിട്ടും പറയണം. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ ഒരു വീഡിയോയ്ക്ക് പറയില്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ, ഇതിൽ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്താലും എനിക്ക് സന്തോഷമായിരിക്കും. ഞാൻ പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ പറയില്ല. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തായാലും രേണുസുതി ഇനി എന്തൊക്കെ കാണിച്ചാലും ആ പുള്ളിക്കാരിക്ക് ഇങ്ങനൊരു അസുഖം ഉണ്ടാവരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. RJ ലച്ചു കൊടുത്ത മറുപടി പോലെ തന്നെ ആയിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.